ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റ് വേണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക, ഫ്രണ്ട് സൗണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് ലൂസായി കിടന്ന് അടിക്കുന്നുണ്ട്. പിന്നെ സൈലൻസർ ഗാർഡ് ജസ്റ്റ് അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ടൊന്ന് പറയണത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലവിൽ ഇതുമേ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്. ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. നമുക്കത് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നമുക്കത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമേ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്. ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്ററാണ്. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ, വേരിയേറ്റർ ബോഡി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, അത്യാവശ്യം കുറച്ച് മൂവ്മെൻറ്റ് കൂടുതലുള്ള പാർട്സ് വരുന്ന CVT ക്ലച്ച്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് നിലവിൽ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് നെക്സ്റ്റ് നമ്മൾ കറക്റ്റായിട്ടാണ് സർവീസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമ്മൾ മാറ്റിയാലും മതി. കാരണം അടുത്ത സർവീസിന് ഉദ്ദേശിക്കുക നമുക്ക് സാധാരണ 4 മാസമാണ് എൻ്റെ ഒരു കാലാവധി, സർവീസ് കാലാവധി. അപ്പോൾ 4 മാസമൊക്കെ കിടന്ന് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ക്ലച്ച് യൂണിറ്റ് വേറെ പറയത്തൊക്കെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഒന്ന് എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കുക, ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് എൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്ത കംപ്ലയിൻസ് ഒന്നുമില്ല. കാർബറേറ്റർ ക്ലീനിങ് ഒന്നും നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബറേറ്റർ ഒന്ന് തുടയെ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ കൊണ്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടി അഴിക്കരുത്. കാരണം ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കോമൺ ആയിട്ട് കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷൻ, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ, മിസ്സിങ്, അങ്ങനെ എന്തെങ്കിലും മേജറായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് കാർബറേറ്റർ തൊടാൻ പാടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഒട്ടുമിക്ക വണ്ടിയും കംപ്ലയിൻ്റ് ആണ്. ഏകദേശം നമുക്കിപ്പോൾ പെട്രോൾ, എത്തനോൾ മിക്സ് ചെയ്തിട്ട് പെട്രോൾ ആയതുകൊണ്ട് തന്നെ കാർബറേറ്ററിലൊക്കെ ഈ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് മെയിനായിട്ട് വരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വരും. ഇപ്പോൾ നിലവിൽ അഴിച്ച് ക്ലീൻ ചെയ്താലും ചിലപ്പോൾ നേരെ നെഗറ്റീവ് ഫലമായിരിക്കും നമുക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുടരുത്, ആ രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചോക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ നോക്കി ഓക്കെയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തു, ടയറിൻ്റെ കണ്ടീഷനൊക്കെ എല്ലാം ഓക്കെയാണ് കേട്ടോ. സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല, അത് കംപ്ലയിൻ്റ് ആയിട്ട് വിടിയിച്ചിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ ഹാൻഡിൽ കവർ ഉണ്ടല്ലോ, ഹാൻഡിൽ കവറിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ട് അത് കിടന്ന് ഇങ്ങനെ പിടയ്ക്കേണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സ്ക്രൂവും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡ് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ ബാറ്ററി വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.92 വരെ. അപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ടെസ്റ്റ് അടിച്ചെന്നുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രൊട്ടക്ടറിൻ്റെ കേസ് ഞാൻ നോക്കട്ടെ, നമ്മുടെ ആയിട്ട് സ്റ്റോക്ക് ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. ഓക്കെ.